ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് സംഭവിക്കുന്നുണ്ടോ? ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് വരുന്നവരുണ്ടോ? അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു വരുന്നില്ല. പക്ഷെ തിരിച്ചു വരുന്നവരുമുണ്ട്. അതായത് ഇപ്പോൾ ന്യൂസിലൻഡിൽ കുറച്ചു കാലം നിന്നു. എന്നിട്ട് ഓസ്ട്രേലിയയിലേക്ക് അവർ മൂവ് ചെയ്യുന്നു. ഉം, ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും ഇഷ്ടപ്പെടത്തില്ല. ഉം, അവിടെ ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ആണ് ഈ ആൾക്കാർ തമ്മിലുള്ള. ഉം, ഈ ന്യൂസിലൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഉം, ആൾക്കാരാണ്. ഉം. ഓസ്ട്രേലിയൻസ് കുറച്ച് റൂഡാണ്. ആ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഉം, ഒരു സംസാരത്തിൻ്റെ രീതിയും കാര്യങ്ങളൊന്നും നമുക്കത്ര ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് വരത്തില്ല. ഉം, ഉം, അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു വന്നവരെ എനിക്കറിയാം. ഞാൻ ക്രൈസ്റ്റ് ചർച്ചിലാണ് ന്യൂസിലൻഡിൽ. ഉം. അങ്ങോട്ട് ഒരുപാട് പേര് വന്നവരെ എനിക്കറിയാം. ഒരു മലയാളി നൊസ്റ്റാൾജിയ കൊണ്ട് ചോദിക്കുകയാണെ. അതായത് ഈ മലയാളി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഗ്രൂപ്പുകൾ ഒക്കെ ഈ 2 രാജ്യങ്ങളിലും വളരെ സജീവമായിട്ടുണ്ടോ? അതെ അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ട്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ നാട് പോലെ തന്നെ ഒരു ഫീൽ അറ്റ് ഹോം അവിടെ കിട്ടുന്നുണ്ടോ? അത് നമുക്ക് കിട്ടും. നമുക്ക് എല്ലായിടത്തും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ മലയാളികളെല്ലാം ആ, എല്ലായിടത്തും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പം ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിലാണ്. അവിടെ കമ്മ്യൂണിറ്റി 2-3 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഉം, പ്രോഗ്രാംസ് ഉണ്ട്. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെ എല്ലാ സമയത്തും പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, അപ്പൊ ഇവരെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഉണ്ട്. അതാണല്ലോ ഞാൻ പറയുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. നമുക്കങ്ങനെ ആ, പല സ്ഥലങ്ങൾ നമുക്കിപ്പം പല സ്ഥലങ്ങളിൽ നിന്നും പല നേഴ്സുമാർ, ഈ മലയാളി നേഴ്സസ് ഒത്തിരി പേരുണ്ടല്ലോ. ഉം, ഇവർ ഒരു സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്ത് ഓരോന്ന് വരുമ്പോൾ നമ്മളെയൊക്കെ അറിയിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവരിലേക്ക് എത്തിക്കും. ഉം, അങ്ങനെ ഉം, ഒരുപാട് പേര് ജോലി കിട്ടുന്നു. അങ്ങനെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. മനസ്സിലായി. പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാര്യം അങ്ങനെ ഒരു കാര്യമല്ല. നമുക്ക് എല്ലാവരും വേണം അവിടെ. അതെ. അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടായിരിക്കും.